കേടി ഒരു ലെജൻഡറി ഫാന്റാസ്റ്റിക് മൂവി. നിങ്ങൾ കണ്ടിട്ടില്ല, പോയിട്ട് എന്തായാലും കാണണം. പണ്ട് 1980 90 കാണാന്ന് ഈ സംഭവം നടക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു മൊണ്ണ. ഈ മൊണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ നാട്ടിലെ പൊട്ടിപ്പൊളിയാനായി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഈ മൊണ്ണ. മഴ വരുമ്പോ ഈ പൊട്ടിപ്പൊളിയാനായി സ്കൂൾ മൊത്തം ചോർന്ന് നിൽക്കും. അപ്പൊ ഇയാൾ ഓടി സ്കൂളിന് മണ്ട കയറിയിട്ട് ഒരു ഓല മടഞ്ഞ ഷീറ്റ് എടുത്തിട്ട് കവർ ചെയ്യും. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇയാളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഓ ഓക്കെ, ഇങ്ങനെ വെച്ചാൽ ചിലപ്പോ ആ മഴവെള്ളം താഴേക്ക് വരൂലായിരിക്കും അല്ലേ. Here I come. മാഷേ, എന്റെ ബുക്കെല്ലാം നനഞ്ഞു പോയി മാഷേ. நான் இருக்கலமா, நீ எதுக்காக கவலைப்படுற? நாளைக்கு புது புத்தகம் வாங்கி தரேன். நாளைக்கும் மழை பெய்யும், மறுபடியும் நீங்க வாங்கி தருவீங்களா? ഓ ഷിറ്റ്, ഊമ്പിയല്ലോ. இந்த கேள்வி நான் எதிர்பார்க்கலே. இப்ப என்ன பண்றது? ഇനി മൊണ്ണക്കൊരു ചങ്ങായിണ്ട്, ഒരു MLA. നാട്ടുകാർ ഊമ്പിച്ച് നടക്കില്ലാന്ന് ഇയാളെ പരിപാടി. ഡെയിലി 2-3 മണിക്കൂർ നിവേദനം വാങ്ങാൻ മാത്രം ഇയാൾക്ക് വേണം. എന്നിട്ട് വാങ്ങിയ നിവേദനം എല്ലാം കൂടി മഴ വരുമ്പോൾ കൂട്ടിയിട്ട് തീ കായലാന്ന ഈ ജനസംസാരം. ഇങ്ങനെ തീ കായാൻ ഒരു കാരണമുണ്ട്. യവന്മാരെ നാട് അങ്ങനത്തെ ഒരു നാടാണ്. എപ്പൊക്കെ ഫൈറ്റ് ഉണ്ടോ അന്നേരമൊക്കെ മഴയുണ്ട്. ഔട്ട്ഡോർ സീൻസിൽ 90% മഴയാ. യവന്മാരെ ഈ നാട് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് കാണാൻ പോകും. നമ്മളീ മൊണ്ണ മാഷിന്റെ അനിയ മരമൊണ്ണ. ഇവനാണ് നമ്മളെ നട. കാണാനൊരു മുതുകാളിനെ പോലെ ഉണ്ടെങ്കിലും കുട്ടികളെ മനസ്സും ക്യൂട്ട്നെസ് വാരി എറിയില്ലാന്ന് ഇവന്റെ പണി. നമ്മൾ ഇൻസ്റ്റയിലെല്ലാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില റീലെല്ലാം കാണുമ്പോൾ അയ്യേ ഇതെന്ത് കാട്ടവരാതോ, അയ്യേ ഇതും തണ്ടീന്നെല്ലാം തോന്നി പോലെ. അച്ചാദ്യം ഒരു സാധനമാണ് ഈ സിനിമയിൽ മൊത്തം ഇവർ പിടിക്കുന്നത്. ഇവനൊരു പരട്ട സൈക്കിൾ ഉണ്ട്. ആ സൈക്കിളിന്റെ മണ്ട കയറിയിരുന്ന ഇവൻ ഫ്ലാഷാണ്. ഇവൻ കൊടുങ്കാറ്റ് പോലെ പോയി വരിക. പിന്നെ അവന്റെ തൊഴിൽ എന്താന്ന് വെച്ചാൽ പാലിലും മണ്ണെണ്ണയിലും വെള്ളം ചേർത്ത് വിറ്റിട്ടാണ് ഇവൻ ജീവിക്കുന്നത്. ഇവള് ഫുൾ ടൈം പെർഫ്യൂം അടിച്ചിട്ടാണ് നടക്കുക. ഇവള് വരുന്നുണ്ടെന്ന് 1-2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. ഇതും ഒരു ടൈപ്പ് ഒരു അപരാധം ക്യാരക്ടർ. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പെർഫ്യൂം എല്ലാം അടിച്ചിട്ട് കണ്ണി കണ്ട നാട്ടുകാരോട് മൊത്തം അടി ഉണ്ടാക്കി നടക്കലാന്ന് പരിപാടി. ഒരുത്തിനും വെറുതെ വിടില്ല, എല്ലായിടത്തും പോയി ചൊറ വലിക്കും. ഇവക്കാണെങ്കിൽ ഇവള് പൊക്കി പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും അല്ലെ ഇവളെ പൊക്കി പറഞ്ഞ അന്നേരം ഇവളൊരു എക്സ്പ്രഷൻ ഇടാനുണ്ട് മോനെ. എന്നിട്ട് ഒരു ദിവസം നമ്മൾ കാളക്കൂട്ടന്റെ ഷോപ്പിൽ നിന്ന് ഈ കാളക്കൂട്ടന്റെ ഹെൽപ്പർ പാലിലും മണ്ണെണ്ണയിലും കൂടി വെള്ളം ചേർക്കുന്ന സമയത്ത് ഈ പെണ്ണും പിള്ള വന്നിട്ട് ഇവനെ പൊക്കും. എന്നിട്ട് ഇവളിത് മൊത്തം നാട്ടുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ കാളക്കൂട്ടനെ അടിമയാക്കി കൊണ്ടടക്കും. എന്നിട്ട് ഇവളെ ഈ പേഴ്സണൽ അടിമയായ കാളക്കൂട്ടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കും. പൂവ് എന്ന് പറയുമ്പോൾ പൂ, മൂവി ടിക്കറ്റ് എന്ന് പറയുമ്പോൾ മൂവി ടിക്കറ്റ്, എല്ലാവിധ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എല്ലാം കൂടി സിനിമ കാണാൻ പോയപ്പോ അന്ന് കഥ തുടങ്ങുന്നത്. ആ നാട്ടിലുള്ള എല്ലായിടത്തിനും ഇയാളെ കൊല്ലാനുള്ള പകയും വെറുപ്പും ഉണ്ട്. പക്ഷെ നമ്മളെ കാളക്കൂട്ടന് മാത്രം ഇയാൾ ദൈവത്തിനെ പോലെയാ. അതിനൊരു കാരണമുണ്ട്. പണ്ട് ഇയാളെ വണ്ടി അടിച്ചിട്ട് ഈ കാളക്കൂട്ടൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചോര കൊടുത്ത് രക്ഷിച്ചതാണ് ഇവൻ. അതുകൊണ്ടാണ് ഈ കാളക്കൂട്ടൻ ഇയാളെ ദൈവത്തിനെ പോലെ കാണുന്നത്. തിയേറ്ററിൽ ഇയാൾ വന്ന് കാർന്നിറങ്ങി അവിടെ കാളക്കൂട്ടൻ കൂടി അടുത്തേക്ക് പോകും. എന്തിന്റെ ആവശ്യമുണ്ട്, അനങ്ങാണ്ട് അവിടെ തന്നെ നിന്നാ പോരെ. എന്നിട്ട് ഇയാൾ ഇറങ്ങി വന്ന് കൊടയെല്ലാം പിടിച്ച് വേറൊരു പെണ്ണും പിള്ളേനെ വണ്ടിയിൽ നിറക്കും. നോക്കുമ്പാരാ ഇവന്റെ കെട്ടിയോള്. ഇതെന്നാടെ ഇവളെ കണ്ണില് 10-15 പ്രാവശ്യം കണ്ണീമേൽ ഇവക്ക് പറന്നു പോവാലാ. ഇതെന്താടാ VR ഹെഡ്സെറ്റാ. എന്നിട്ട് ഉള്ളിൽ പോയിരുന്ന് പടം കാണും. ഹാപ്പി ഹോളി. ഓ ഷിറ്റ്, ഹോളി അല്ല, കൊലപാതക ശ്രമം. ഓ മൈ ഗോഡ്. കണ്ണിൽ മുളക് പൊടി വീട് അണ്ണെ കുറെ വെട്ടും കുത്തെല്ലാം കൊണ്ട് ചാവാനാവും. 10-25 വെട്ട് ഓൾറെഡി കൊണ്ട്. എന്നിട്ട് ഇയാളിപ്പോ ചാവൂന്ന് വിചാരിക്കുമ്പോ കാളക്കൂട്ട എവിടെന്നോ കുറെ പെപ്സി എടുത്തിട്ട് ആ പെണ്ണുമ്പുള്ള കയറിന് കൊടുത്തിട്ട് തലക്കടിക്കാൻ വേണ്ടി പറയൂ. ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെന്ന് വിചാരിച്ചിട്ട് പെണ്ണുമ്പുള്ള 2-3 എടുത്തിട്ട് അയാളെ തലക്കടിച്ച് പൊട്ടിക്കും. ഇവിടെയാണ് നമ്മളെ കാളക്കൂട്ടന്റെ ബുദ്ധി. ഈ പെണ്ണുമ്പുള്ള ബോട്ടിൽ അടിച്ചു പൊട്ടിച്ച സമയത്ത് അതിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി വന്ന് ഇവന്റെ കണ്ണിന്റെ ഉള്ളിലുള്ള മുളക് പൊടിയെല്ലാം എടുത്തിട്ട് ഇറങ്ങിപ്പോ. വാവ്, വാട്ട് ആൻ ഐഡിയ. യെസ്, അണ്ണൻ തിരിച്ചു വന്നടാ തെണ്ടികളെ. എന്നിട്ട് ഇവന്റെ കണ്ണ് ശരിയാവാടി ഇവൻ ആ പെണ്ണുമ്പിള്ളനെ തുറച്ചു നോക്കും. ഈ തുറച്ചു നോട്ടത്തിന് പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇവര് തിയേറ്ററിൽ കയറാൻ നോക്കുമ്പോൾ 10-25 ഒപ്പരം കയറാൻ നോക്കും. അപ്പൊ ഈ പെണ്ണുമ്പിള്ള പറയും എന്നാന്ന് എല്ലായിടത്തിനും കൂട്ടിയിട്ട് എടുത്തേക്കാൻ നീ കയറിപ്പോന്ന്. ഫസ്റ്റ് നൈറ്റിൽ ഇവരാരും ഉണ്ടായില്ല, ഞാനും നീ മാത്രമേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ മതി, ഞാനും നീ മാത്രം മതി തിയേറ്ററിൽ, വേറെ ഒരിടത്തും വേണ്ട. കൊല്ലാൻ നോക്കുന്നോടി പട്ടി. അപ്പടി ഇവന്റെ ആൾക്കാർ പുറത്തുനിന്ന് ഒച്ചപ്പാട് കേട്ടിട്ട് ഉള്ളിലേക്ക് കയറി വരും. ഒരു കണക്കിന് ഇവർ രക്ഷപ്പെടും. അങ്ങനെ പിറ്റേ ദിവസം ഈ കാളക്കുട്ടന് ഒരു അപരാധം പിടിച്ച സീൻ കാണും. ഈ നടി സ്പ്രേ അടിക്കുന്ന സീന്. അപ്പൊ നീ വിചാരിക്കൂ ഇതിലിപ്പോ എന്തത്രയുള്ള സ്പ്രേ അടിക്കലെല്ലാവരും നോർമൽ അല്ലേ? എന്നല്ല, ഇവളൊരു സ്പ്രേ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനി ഇവള് സ്പ്രേ കട്ടടിക്കൂ. കട്ടടിക്കലല്ല, കോരി ഒഴിക്കൂ. മാത്രമല്ല സ്പ്രേ കോരി ഒഴിക്കുമ്പോൾ ഒരു ഊമ്പിയ എക്സ്പ്രഷനും. ഈ സ്പ്രേ കോരി ഒഴിക്കുന്നത് നമ്മളെ കാളക്കുട്ടൻ കാണും.
ഓ, നമ്മൾ 1 ലിറ്റർ പാലിൽ 1.5 ലിറ്റർ വെള്ളം ചേർക്കുമ്പോൾ വലിയ ഇത് ഓക്ക് 1 ലിറ്റർ പെർഫ്യൂം മേത്തോട്ട് ഒഴിച്ച് നടക്കുക. ഇവൻ പിന്നെ ഇതും പറഞ്ഞ് തിരിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ ഇവൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നും, ഏതായാലും ഇവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അപ്പം നല്ല നൈസായിട്ടൊന്ന് നൂല് വലിച്ചു നോക്കാം. ഇവൻ പറയും നീ എനിക്ക് സെറ്റ് ആവണോ, അപ്പോൾ ഓള് പിടിച്ച് ആട്ടും. ഇവൻ എന്തായാലും ഇവക്ക് സെറ്റ് ആവില്ല എന്ന് കണ്ടപ്പോൾ ഈ കാളക്കൂട്ട ഇവന്റെ പഴയ കാലത്ത് സെന്റി കഥ പറയാൻ തുടങ്ങും. പണ്ട് ഇവന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഇവന്റെ ഏട്ടനാണ് എല്ലാം നോക്കുക. ഇവന്റെ ഏട്ടൻ മീൻസ് ഇപ്പോഴത്തെ മൊണ്ണമാശ്. ഇവന്റെ ഏട്ടൻ ഈ കഷ്ടപ്പെട്ട് പണിയെല്ലാം എടുത്ത് ഇങ്ങനെ നടക്കുന്നതാണ് ഇവന് ഫീൽ അടിച്ചിട്ട് സ്കൂളൊന്നും പോകാണ്ട് ഇവനും പണിക്ക് പോകാൻ തുടങ്ങും. അതുകൊണ്ട് സ്കൂളിൽ പോകാത്ത ഇവനെ ഏട്ടൻ എവിടെ കണ്ടാലും പിടിച്ചടിക്കും. ഏട്ടൻ ഇവനോട് ഭയങ്കര ദേഷ്യം. ഇവനെ കണ്ടാൽ ഇവനോടൊന്നും മിണ്ടുകയും ചെയ്യില്ല. ഇതാണ് ഇവന്റെ ഫ്ലാഷ് ബാക്ക്. ഒരു നോർമൽ മനുഷ്യന് ഈ കഥ കേൾക്കുമ്പോൾ ചിരി വരും. പക്ഷെ ഈ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ പെണ്ണ് ഇവനോട് ഐ ലവ് യു പറയും. പിന്നെ ഒരു ദിവസം നമ്മൾ അണ്ണൻ ഇയാളെ ഗുസ്തി പിടിപ്പിച്ച് ആശാനെ കാണാൻ വേണ്ടി പോകും. അതായത് ഈ കാളക്കൂട്ടൻ അവിടെ ഉണ്ടാവും പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ട്. അണ്ണൻ വരുന്ന കണ്ടപാട് കാളക്കൂട്ടൻ്റെ ഉള്ളിലുള്ള ഫാൻ ബോയ് പുറത്തിറങ്ങും. ഇവൻ ഓടിപ്പോവും. സെയിം റിപ്പീറ്റ്. എന്തിൻ്റെ ആവശ്യമോ, അനങ്ങാണ്ടിരുന്നാൽ പോരെ. എന്നിട്ട് ഈ കാളക്കൂട്ടെ ഓരോന്ന് പറഞ്ഞ് മൂപ്പിച്ച് നമ്മൾ അണ്ണനെ കളത്തിലിറക്കും. ഊഫ്, എജാതി ആവശ്യം നോക്കിയ ഫാൻ ബോയ്ക്ക്. എന്നിട്ട് നമ്മൾ അണ്ണന്റെ കളി ഇങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയിൽ ഇവന് മനസ്സിലാവും ഇയാൾക്ക് കളിക്കാനൊന്നും അറിയില്ല. ഇയാൾ കുറെ കാലമായി തോന്നുന്നു കളിച്ചിട്ട്, ഇയാളെ ടച്ചെല്ലാം വിട്ടുപോയി തോന്നും. ഇവൻ പറയൂ, അയ്യേ ഇതെന്തണ്ടി, ഇയാൾക്ക് ഈ ഗുസ്തി കളിക്കാനൊന്നും അറിയില്ല, ഇങ്ങനെ നല്ല ഗുസ്തി കളിക്കുക. എന്നാ പിന്നെ നീ എന്നെ കളി പഠിപ്പിച്ചിട്ട് പോയാൽ മതി കാട്ട് കൊണ്ടേന്ന് പറഞ്ഞ് നമ്മളെ കാളക്കൂട്ടൻ അണ്ണൻ അവിടെ പിടിച്ചു നോക്കും. നമ്മളെ ഫാൻ ബോയ്ക്ക് പിന്നെ എന്താ വേണ്ടേ, ലോട്ടറി അടിച്ചല്ലേ. ദൈവത്തിനെ പോലെ കാണുന്ന ഒരു മനുഷ്യന്റെ ഒപ്പം ഗുസ്തി മത്സരം. എന്നിട്ട് കളി തുടങ്ങും. ഫസ്റ്റിൽ തന്നെ നമ്മളെ കാളക്കൂട്ടൻ ദേവണ്ണനെ പിടിച്ച് മലർത്തി അങ്ങടിക്കും. തോറ്റ്. ഫസ്റ്റത്തെ 10 സെക്കൻഡിൽ തന്നെ ദേവണ്ണം തോറ്റ്. എല്ലാവരും മുമ്പിൽ നാണം കിട്ട് നാറി. ഈ നാട്ടിലെ പേടി സ്വപ്നമായ എല്ലാവരും മെയിൻ ഗുണ്ടയായ ഈ ദേവണ്ണെ ഒരു സാധാരണ പാലക്കാരൻ പയ്യ എടുത്ത് മലർത്തി അടിച്ച് നാട്ടിൽ മൊത്തം പാട്ടാക്കൂ. ആര്? ഈ കാളക്കൂട്ടൻ തന്നെ. ഇവൻ തന്നെ പാടി നടക്കും. ഇതാരണമാണ് പോലീസെല്ലാം കൂടി ഇവനെ വിളിച്ചു വരുത്തിയിട്ട്, അവിടെ നിനക്ക് ഇത്ര ശക്തിയെല്ലാം ഉണ്ട്, എന്നാ പിന്നെ ഞാൻ അവനെ കൊല്ലും, ഭാഗ്യക്കാരൻ മൊത്തം നമ്മളേറ്റോളൂ. എങ്ങനെ ഇരിക്കുന്നു? ഒരു ഫാൻ ബോയിനോട് സ്വന്തം ദൈവത്തിനെ കൊല്ലാൻ വേണ്ടി പറയും. അതൊന്നും തന്നെ பண்ண മാട്ടെ, ദേവണ്ണ എന്നോട് ഉയർ എൻ ദൈവം എന്നും പറഞ്ഞ് ഇവൻ ഇറങ്ങിപ്പോകും. ഇതിനിടയിൽ കൂടി നമ്മളെ ദേവണ്ണന് ഒരു പൂതിയുണ്ട്, എലക്ഷന് നിൽക്കണോ. ഇതാരണോട് ഇവന് പറയണ്ടല്ലോ, നമ്മളെ കാളക്കൂട്ടൻ ഫുൾ സപ്പോർട്ട്. ഈ ദേവണ്ണനെ നേരെ ഓപ്പോസിറ്റ് മത്സരിക്കുന്നതാണെങ്കിൽ ഈ കാളക്കൂട്ടന്റെ മൊണ്ണ ചേട്ടന്റെ ചങ്ങായി MLA സ്വന്തം ചേട്ടന്റെ ചങ്ങായിനെ സപ്പോർട്ട് ചെയ്യാണ്ട് നാട്ടിലുള്ള ഏതൊരു ഗുണ്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് നമ്മളെ മൊണ്ണമാശി കാളക്കൂട്ടനെ കുറെ ഉപദ്രവിക്കും, കുറെ കുറ്റം പറയും, കുറെ അടിക്കും. അപ്പോൾ നമ്മളെ കാളക്കൂട്ടൻ കരയും. എന്നിട്ട് ഇറങ്ങി പുറത്തുണ്ടെന്ന് പറഞ്ഞ് അടിച്ച് പുറത്താക്കും. പിന്നെ ഒരു ദിവസം ദേവണ്ണന്റെ വലങ്കയായ കണ്ണിൽ റെഡ് LED ബൾബെല്ലാം കത്തിച്ച് നടക്കുന്ന ഒരുത്തെ നമ്മളെ ഈ പെർഫ്യൂമിനെ കണ്ടപാട് ഇവളെ കയറിയങ്ങ് പിടിക്കും. എന്നിട്ട് ഇവളത് നേരെ പോയി നമ്മളെ കാളക്കൂട്ടനോട് പറയും, അയ്യോ അത് ദേവണ്ണന്റെ വലങ്കയ്യ, വേണ്ട മോളെ തീക്കളിയെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ഇവൻ ഒഴിവാക്കും. പിന്നെയും കുറച്ച് ദിവസത്തിന് ശേഷം ഈ LED ബൾബും പെർഫ്യൂമും കൂടി മീറ്റ് ചെയ്ത പിന്നെ പറയണ്ടല്ലോ, LED ബൾബ് എന്തോ പറഞ്ഞു, പിന്നെ പെർഫ്യൂം വെറുതെ കൂലല്ലോ, 1ന് 10 തിരിച്ചു കൊടുക്കുമല്ലോ. പെർഫ്യൂമും തിരിച്ചു പറഞ്ഞു. ലാസ്റ്റ് അടിയായി. എന്നിട്ട് ഇവളെ പിടിച്ച് മുട്ടയാക്കി കൊടുക്കും. നമ്മൾ വിചാരിക്കും ഇതറിഞ്ഞപാട് കാളക്കൂട്ടൻ അപ്പടെ പോയി ആ റെഡ് ബൾബിനെ അടിച്ച് തീർക്കും. പക്ഷെ നോക്കുമ്പോണ്ടാ ദേവണ്ണ ഇവളെ മുടി മുറിച്ച് ദേവണ്ണ, ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാന്ന് എല്ലാവരോടും പറയും, അതുകൊണ്ട് ഇവളെ വെറുതെ ഉപദ്രവിക്കരുത്. അപ്പോൾ ദേവണ്ണം പറയും, ആടാ ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തരാടാ, അല്ലെങ്കിലും ഞാൻ നിന്നെ കൊല്ലാൻ നോക്കി നിൽക്കല. ഗുസ്തിയിൽ ഞാൻ നിന്നോട് തോറ്റ് നീ നാട് മൊത്തം പാടി നടന്നല്ലടാ തെണ്ടി. 24 മണിക്കൂറിനുള്ളിൽ ഇവന്റെ ഫാമിലിയിലുള്ള എല്ലാവരും തല വെട്ടിക്കൊണ്ടു പോടാ. നീ മിണ്ടുന്നായിട്ട് അവളെ, നീ ഒറ്റൊരുത്തി കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെച്ചേ. നോക്ക് നാട്ടിലുള്ള എല്ലാവരോടും അടി ഉണ്ടാക്കി പോകണം, എന്നിട്ട് പോരാത്തിന് പെരക്കോ ഇരുന്നിട്ട് മോങ്ങി പോകണം. എന്നിട്ട് ഈ 2 വെടലകളും കൂടി ദേവണ്ണന്റെ പെണ്ണുമ്പിള്ളൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ ആ പെണ്ണുമ്പിള്ള ദേവണ്ണനോട് പറഞ്ഞിട്ടൊക്കെ സോർട്ട് ചെയ്ത് വരും. എന്നിട്ട് പെണ്ണുമ്പിള്ളനെ കാണാൻ വേണ്ടി പോകും. ഇവൻ വിചാരിക്കും അന്ന് തിയേറ്ററിൽ നിന്ന് പെണ്ണുമ്പിള്ളക്ക് കിട്ടുന്ന ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ, അപ്പോൾ ഈ പെണ്ണുമ്പിള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് ദേവണ്ണനെ ഇതിന്ന് ഒഴിവാക്കും. നോക്കുമ്പോണ്ടോ ഈ പെണ്ണുമ്പിള്ളയാണെങ്കിൽ അതിലും വലിയ സാധനം. ഇറങ്ങിപ്പോടാ വെടലേന്ന് പറഞ്ഞ് 2നെ അടിച്ച് പുറത്താക്കും. എന്നിട്ട് ഇവൻ പിന്നെ നേരെ പോലീസിന്റെ അടുത്തേക്ക് പോകും. അപ്പോൾ പോലീസ് പറയും, അന്നേ ഞാൻ നിന്നോട് അയാളെ തട്ടാൻ വേണ്ടി പറഞ്ഞല്ലേ, അപ്പൊ നിനക്ക് അയാളെ ദൈവം അല്ലടാ, ഇനി എനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തായാലും അയാൾ നിന്നെയും നിന്റെ ഫാമിലിനും തട്ടും. ഇനിയിപ്പോൾ ആകെ ഒരു വഴിയേ ഉള്ളൂ, നീ നിന്റെ ഫാമിലിനെയും കൂട്ടിയിട്ട് നാട് വിട്ടോ. എന്നിട്ട് ഇവൻ വീട്ടിൽ പോയി സിംഗപ്പൂർ മാമ ആക്സിഡന്റ് ആയ ICUലാണ് ഉള്ളതെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോണ്ടാ ഈ സിംഗപ്പൂർ മാമ പുറത്ത് കാറിൽ വന്നിറങ്ങുന്നു. നീ എവിടെ വന്ന മരഭൂതമേ? എന്താ മരക്കരുത്, നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നടാ. ആകപ്പാടുണ്ടായിരുന്ന ഒരു വഴിയാ നാട് വിട്ടു പോക്ക്. ഇനിയിപ്പോൾ അതും ചെയ്യാൻ കഴിയില്ല. ഇനി ഇവൻ ഒറ്റയ്ക്ക് പ്രതിരോധിക്കണം. ഇവന് കൊടുത്ത് 24 മണിക്കൂറെങ്കിലും കഴിയാനുമായി. അങ്ങനെ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഈ മൊണ്ണച്ചേട്ടൻ ഇവന്റെ ചേച്ചിക്ക് കുറെ തത്വങ്ങൾ അടിച്ചിറക്കി കൊടുക്കുന്നത്.
എൻ്റെ മോൻ ഇത് കേട്ടവിടെ ഇവന് എവിടെ നിന്നില്ലാത്ത ശക്തിയും ധൈര്യവും കിട്ടും. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. എന്നിട്ട് ഇവൻ ബാറ്റ്മാൻ ആയിട്ട് ഏതോ വാട്ടർ ടാങ്കിന്റെ മണ്ട കയറി ഗുണ്ടകൾ വരുന്നുണ്ട് നോക്കി അവിടെ ഇരിക്കും. ഇവന്റെ വാച്ചിങ് വെറുതെ ഇല്ല. അവിടെ ഇറങ്ങുമ്പോൾ ഒരു 10-50 ഗുണ്ടകൾ. മൊണ്ണച്ചേട്ടന്റെ തത്വം കേട്ടിട്ട് പവർ കൂടിയവ എല്ലേനും പിടിച്ച് അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഇവൻ സോംബിയാവും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അലക്കാറുണ്ടാവും. പിന്നെ ഡാൻസർ ആവും. വീട് ഫുള്ള് ഒരു റൗണ്ട് അടിച്ച് എല്ലാവരും വെട്ടിക്കൂട്ടിയിടും. പുറത്ത് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ടെന്ന് അറിയാണ്ട് നമ്മളെ ചേട്ടൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്, ഹൂ ഡിഡ് ദിസ്? അപ്പടി വന്ന് തവളനെ പോലെ ചാടി വരും. എടാ കാളക്കുട്ടൻ നീയാ? അവിടെ വന്ന 10 എണ്ണത്തിനെയും വെട്ടി കൂട്ടിയിട്ട് ദേവണ്ണൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ദേവണ്ണൻ്റെ അടുത്ത് പോയ അവിടെ ദേവണ്ണ ഇവനടുത്ത് അങ്ങ് കൊടുക്കും. കാളക്കുട്ടൻ ചാവാനായി എന്ന് കണ്ടപാട് നമ്മളെ മൊണ്ണ മാഷ് പിന്നെയും തത്വം പറയാൻ തുടങ്ങും. അപ്പടി ഇവന് ശക്തി പിന്നെയും കൂടും. ഇവൻ സോംബി ദേവണ്ണനെ തല വെട്ടിയെടുക്കും. എന്നിട്ട് ഈ വെട്ടിയെടുത്ത തലയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഇതറിഞ്ഞ പെണ്ണുമ്പിള്ള ആ തല എനിക്ക് പൂജ ചെയ്യാൻ വേണം, തരുമോന്ന് ചോദിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ ഇവൻ പറയും ഇല്ല ഇതിനകത്ത് തരുമോ ചെയ്യില്ല, ഇതെനിക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വേണം. അങ്ങനെ ലാസ്റ്റ് പോലീസുകാരെല്ലാം കൂടി കെഞ്ചിയപ്പം പറയും അന്ന് എടുത്തിട്ട് പോകും. ആ തലയും കൊടുക്കും. പടം കഴിഞ്ഞ് കഥ മൊത്തം കഴിഞ്ഞ് A to Z വെറുപ്പിലടിച്ചിറക്കി. എന്നിട്ടും ഇവന്മാർക്ക് പോരായിട്ട് ഒരു പാട്ട് കുത്തി കയറ്റിട്ട് അതിലും കുറെ വെറുപ്പിക്കൽ. പിന്നെ ഈ അപരാധത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് ഹൈപ്പ്. സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് മെയിൻ വില്ലനായിട്ട് ഭർത്താവ് മരിച്ചിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ഒരു പെണ്ണുമ്പിള്ള. ആ പെണ്ണുമ്പിള്ളക്ക് സപ്പോർട്ടായിട്ട് ഈ മൊണ്ണ മാഷ്. ഓ ട്വിസ്റ്റ്, ഈ മൊണ്ണ അതിൻ്റെ ഇടയിൽ കൂടെ പെണ്ണുമ്പിള്ളക്ക് ലൈൻ വലിച്ച് പിന്നെ വേറെ ഏതോ 2 അപരാധത്തിനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവന്മാർ നിർത്തും.